നമസ്തേ ഡിയേഴ്സ്. നമുക്കിന്ന് തീരുമാനമടവ് അല്ലെങ്കിൽ മുക്തായ അടവ് അല്ലെങ്കിൽ മകുടയടവ് എന്നൊക്കെ പറയുന്ന ഒരു സെറ്റ് ഓഫ് പേരുണ്ട് ഈ ഒരു അടവിന്. ആ അടവിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോയിൽ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ 1 by 1 ആയിട്ട് വീഡിയോ ഇടാം. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ അടവിൻ്റെ ഒരു പ്രത്യേകത, പല ടീച്ചേഴ്സും പല ശൈലിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു 2 വേരിയേഷൻസ് ആണ് നോർമലായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കാല് ഫ്രണ്ടിലോട്ടും അതുപോലെ സൈഡിലേക്കും വെച്ച് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ 2 രീതിയിലും നമ്മൾ പഠിക്കും. പക്ഷെ അതിൻ്റെ ചൊല്ലുകൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിന് ചൊല്ലുകളുടെ കാര്യം അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രൂപകതാളമാണ് ഇടേണ്ടുന്നത്. ഇപ്പം നമ്മൾ നൃത്തം പഠിക്കുന്ന കുട്ടികളും സംഗീതം പഠിക്കുന്ന കുട്ടികളും താളം കുറച്ചൊക്കെ പഠിച്ചിരിക്കണമല്ലോ. അപ്പം താളം ഇടുമ്പോൾ നമുക്ക് ദ്രുതം, ലഘു, ഇതാണ് ഇതിൻ്റെ സിമ്പിൾസ് വരുന്നത്. അതായത് 1 2 3 4 5 6, അതല്ലെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെ ഇടാം. അതല്ലെങ്കിൽ 1 2 3 4 5 6 2 അടി ഒരു വീശ് അങ്ങനെ ഇടാവേ. 2 അടി ഒരു വീശ്.